Hello dears, welcome to the class. Let's read and appreciate the poem. Where go the boats? എങ്ങോട്ടാണ് ബോട്ടുകൾ പോകുന്നത്? Dark brown is the river, golden is the sand. It flows along forever with trees on either hand. റിവറിൻ്റെ നിറം ഡാർക്ക് ബ്രൗൺ ആണ്. അതിലെ മണ്ണ് ഗോൾഡൻ കളറാണ്. അത് ഏത് നേരവും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ രണ്ട് കരകളിലും മരങ്ങൾ നിൽക്കുന്നുണ്ട്. ഗ്രീൻ ലീവ്സ് എ ഫ്ലോട്ടിംഗ് കാസിൽസ് ഓഫ് ദ ഫോം, ബോട്ട്സ് ഓഫ് മൈൻ എ ബോട്ടിംഗ് വേർ വിൽ ഓൾ കം ഹോം. ഒരു കുട്ടിയാണ് ഇത് പാടുന്നത് അല്ലേ? ആ കുട്ടി പറയുന്നതാണ് ഇതെല്ലാം. പിന്നെ വെള്ളത്തിലൂടെ പച്ചിലകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നു. അതുപോലെ തന്നെ വെള്ളത്തിലെ പത ഇങ്ങനെ കൊട്ടാരം പോലെ ഉണ്ട്. പിന്നെ ഞാനുണ്ടാക്കിയ ഈ ബോട്ട് എവിടെ ചെന്നായിരിക്കും എത്തുക എന്നാണ് ചോദിക്കുന്നത്. ഓൺ ഗോസ് ദ റിവർ ആൻഡ് ഔട്ട് പാസ് ദ മിൽ, എവേ ഡൗൺ ദ വാലി, എവേ ഡൗൺ ദ ഹിൽ. ഇതിങ്ങനെ ഈ നദി പോകുന്നതിനോടൊപ്പം തന്നെ പോകും അല്ലേ? താഴ്വരയും കുന്നുകളും അതിനിടയിലൂടെയൊക്കെ ഈ ഒരു ബോട്ട് പോകും. എവേ ഡൗൺ ദ റിവർ 100 miles or more, other little children shall bring my boats ashore. അങ്ങനെ നദി ഒരുപാട് മൈലുകൾ, 100 കണക്കിന് മൈലുകൾ ഒഴുകി അത് മറ്റ് കുട്ടികളുടെ അടുത്ത് ചെന്നെത്തി എൻ്റെ ഈ ബോട്ട് അവർ കരയിലേക്ക് കയറ്റും എന്നാണ് കുട്ടി പാടുന്നത്. ഈ ഒരു പോയം എഴുതിയത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. വാട്ട് ആർ ദ തിങ്സ് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ? റിവറിലൂടെ ഒഴുകിപ്പോകുന്നത് എന്തെല്ലാമാണ്? ദ തിങ്സ് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ ആർ ഗ്രീൻ ലീവ്സ്, കാസിൽസ് ഓഫ് ദ ഫോം ആൻഡ് ദ ചൈൽഡ്സ് പേപ്പർ ബോട്ട്സ്. ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ റിവർ? പോയറ്റ് എങ്ങനെയാണ് പുഴ ഒഴുകുന്നതിനെ വർണ്ണിച്ചിരിക്കുന്നത്? The poet describes that the river flows along forever and moves past the mill, down the valley and down the hill. Which line in the poem do you like? നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ലൈൻ ഏതാണ്? Other little children shall bring my boats ashore. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാം. Activity 1. Read the following lines and note the words underlined. The river's flowing down the hill, it's moving fast and never still. Here, hill and still are rhyming words. Pair the following words and write them in the space given below. 2 സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ദ റിവേഴ്സ് ഫ്ലോയിങ് ഡൗൺ ദ ഹിൽ, ഹില്ലിനടിയിലാണ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് മൂവിങ് ഫാസ്റ്റ് ആൻഡ് നെവർ സ്റ്റിൽ, അതുപോലെ തന്നെ സ്റ്റില്ലിൻ്റെ അടിയിലും ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവ ഒരു റൈമിംഗ് വേർഡാണ് അല്ലേ? ഹില്ലും സ്റ്റില്ലും. എന്താണ് റൈമിംഗ് വേർഡ്സ്? കേൾക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ഒരേ സൗണ്ടിൽ അവസാനിക്കുന്നു. ഹിൽ, സ്റ്റിൽ. ഇനി അതുപോലെ കുറച്ച് വേർഡ്സ് താഴെ തന്നിരിക്കുന്നു. അതിൽ ഇതുപോലുള്ള റൈമിംഗ് വേർഡ്സ് പെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റിവർ, ഫോർ എവർ, ഫോം, ഹോം, സാൻഡ്, ഹാൻഡ്, എ ബോട്ടിംഗ്, എ ഫ്ലോട്ടിംഗ്, മോർ, എ ഷോർ. ഇതൊക്കെയാണ് പെയർ ആയിട്ടുള്ള റൈമിംഗ് വേർഡ്സ്. Helping cloud. A cloud rolled along merrily in the sky. It danced with the sun so high, it made a shadow below. ഒരു കാർമേഘം ഇങ്ങനെ സന്തോഷത്തോടെ ആകാശത്ത് നീങ്ങുകയാണ് അല്ലേ? അത് സൂര്യനൊപ്പം ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ നിഴൽ താഴെ കാണുന്നുണ്ട്. My feathers are dusty, why don't you rain? The peacock cried. അത് കണ്ടപ്പോൾ ഒരു മയിൽ ആ ക്ലൗഡിനോട് ചോദിച്ചു, എൻ്റെ തൂവലുകളിലെല്ലാം പൊടി പിടിച്ചു, നീ എന്താണ് മഴ പെയ്യാത്തത് എന്ന്. ദ പൂൾ ഈസ് ഡ്രൈ, പ്ലീസ് റെയിൻ, ഐ നീഡ് മോർ വാട്ടർ, ദ ഫിഷ് ബെഗ്ഡ്. ഒരു പൂളിലുള്ള ഫിഷ് പറയാണ്, എൻ്റെ ഈ പൂളെല്ലാം വറ്റി, എനിക്ക് കുറച്ചുകൂടി വെള്ളം വേണം എന്ന് പറഞ്ഞ് മേഘത്തിനോട് യാചിച്ചു. മൈ ക്രോപ്സ് ആർ ഡൈയിങ്, പ്ലീസ് റെയിൻ, ദ ഫാർമർ പ്ലീഡഡ്. ഒരു കർഷകൻ മേഘത്തെ കണ്ടപ്പോൾ പറയാണ്, കണ്ടില്ല, എൻ്റെ വയലെല്ലാം ഉണങ്ങി, ദയവായി മഴ പെയ്യൂ എന്ന്. പോണ്ട്സ് ആൻഡ് ലേക്സ് ആർ എംപ്റ്റി, ഇഫ് യു റെയിൻ ഐ വിൽ സെയിൽ പേപ്പർ ബോട്ട്സ്, സോനു സെഡ്. പിന്നെ മേഘത്തിനെ കണ്ടത് സോനു ആണ്. സോനു പറയാണ്, കുളങ്ങളും അതുപോലെ തന്നെ കായലുകളും എല്ലാം വറ്റി, നീ മഴ പെയ്യുകയാണെങ്കിൽ എനിക്ക് ബോട്ട് അതിലൊഴുക്കി കളിക്കാമെന്ന്. ഫ്രണ്ട്സ്, ഐ ആം ഓൺ ദ വേ, ദ ക്ലൗഡ് സ്മൈൽഡ്.
അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ക്ലൗഡ് മേഘം പറയാണ്, ഫ്രണ്ട്സ് ഞാൻ വരുന്ന വഴിയാണ്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട്. The peacock spread its pretty feathers and danced in joyful rhythm. മഴ പെയ്തപ്പോൾ പീകോക്ക് അതിൻ്റെ പീലിയൊക്കെ വിടർത്തി ഡാൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. The pond was filled with rain. The fish was happy. മഴ പെയ്ത് പോണ്ട് നിറഞ്ഞപ്പോൾ ഫിഷും ഹാപ്പിയായി. The farmer walked through the muddy fields. He happily started planting paddy. മഴ പെയ്തപ്പോൾ കർഷകൻ വയലിൽ ഞാറ് നടാനായിട്ട് തുടങ്ങി. സോനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇൻ ദ പഡിൽസ്. സ്പ്ലിഷ് സ്പ്ലാഷ് സ്പ്ലോഷ് ദേ ജംപ്ഡ് ആൻഡ് ലീപ്ഡ് വിത്ത് ചീർഫുൾ ഷൗട്ട്സ്. മഴ പെയ്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സോനുവും അവൻ്റെ ഫ്രണ്ട്സും എന്ത് ചെയ്തു? സ്പ്ലിഷ് സ്പ്ലാഷ് സ്പ്ലോഷ് എന്നൊക്കെ സൗണ്ട് ഉണ്ടാക്കി സന്തോഷത്തോടെ കളിക്കാൻ തുടങ്ങി. ദ ക്ലൗഡ് ഫിൽഡ് എവരിബഡീസ് ഹാർട്ട് വിത്ത് ജോയ്. ഇറ്റ് മൂവ്ഡ് ഓൺ. അങ്ങനെ ആ ഒരു ക്ലൗഡ് മഴ പെയ്ത് എല്ലാവരുടെയും ഹൃദയത്തിൽ സന്തോഷം നിറച്ചു. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഡ്രോ ആൻഡ് ഡിസ്ക്രൈബ്. നെക്സ്റ്റ് ഇനി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ചിത്രം വരയ്ക്കാനും പറഞ്ഞിട്ടുണ്ട്. ദ റെയിൻ സ്റ്റോപ്ഡ്. മഴ നിന്നു. എ റെയിൻബോ കെയിം ഇൻ ദ സ്കൈ. ആകാശത്ത് ഒരു മഴവില്ല് വന്നു. ഫ്ലവേഴ്സ് സ്റ്റാർട്ടഡ് ടു ബ്ലൂം. പൂക്കളൊക്കെ വിരിയാനായിട്ട് തുടങ്ങി. എവരി വൺ വാസ് വെരി ഹാപ്പി. അങ്ങനെ എല്ലാവരും സന്തോഷത്തിലായി. വാട്ട് ഡിഡ് ദ പീകോക്ക് ഡു വെൻ ഇറ്റ് റെയിൻഡ്? മഴ പെയ്തപ്പോൾ പീകോക്ക് മയിൽ എന്താണ് ചെയ്തത്? ദ പീകോക്ക് ഡാൻസ്ഡ് ഇൻ ദ റെയിൻ. മഴയത്ത് കളിച്ചു പീകോക്ക്. വൈ വാസ് ദ ഫിഷ് അൺഹാപ്പി? എന്തായിരുന്നു ഫിഷ് സങ്കടപ്പെട്ടിരുന്നത്, സന്തോഷമില്ലാതെ? ബിക്കോസ് ദ പൂൾ വാസ് ഡ്രൈ. ആ മീനിൻ്റെ പൂള് വെള്ളമില്ലാതെ വറ്റിയിരുന്നത് കൊണ്ട്. വാട്ട് ഈസ് ദ ഫാർമേഴ്സ് പ്രോബ്ലം? എന്തായിരുന്നു ആ കൃഷിക്കാരൻ്റെ പ്രശ്നം? ഹിസ് ക്രോപ്സ് വേർ ഡൈയിങ് വിതൗട്ട് വാട്ടർ. അയാളുടെ ചെടികളെല്ലാം നശിച്ചിരുന്നു വെള്ളമില്ലാതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ സോനു ഡു ഇഫ് ഇറ്റ് റെയിൻസ്? മഴ വന്നാൽ സോനു എന്ത് ചെയ്യുമായിരുന്നു? സോനു വിൽ സെയിൽ പേപ്പർ ബോട്ട്സ്. പേപ്പർ ബോട്ട്സ് വെള്ളത്തിലിങ്ങനെ ഒഴുക്കിവിടുമായിരുന്നു. ഹൗ ഡിഡ് ദ ക്ലൗഡ് മേക്ക് എവരി വൺ ഹാപ്പി? എങ്ങനെയാണ് ക്ലൗഡ് എല്ലാവരെയും സന്തോഷപ്പെടുത്തിയത്? ദ ക്ലൗഡ് ഗേവ് റെയിൻ ടു എവരി വൺ. എല്ലാവർക്കും മഴ നൽകിക്കൊണ്ട്. ഷോ യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ റെയിൻ. ദ റെയിൻ ഹെൽപ്ഡ് ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ് ഇൻ മെനി വേസ്. ഇമാജിൻ ഹൗ ദേ വുഡ് താങ്ക് ദ റെയിൻ. 2 എക്സാമ്പിൾസ് ആർ ഗിവൺ ഫോർ യു. നൗ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഫോർ ദ അതേഴ്സ്. എല്ലാ ക്രിയേച്ചേഴ്സിനും, എല്ലാ ജീവികൾക്കും മഴ നൽകി സന്തോഷപ്പെടുത്തി അല്ലേ? അപ്പോൾ എല്ലാവരും മഴയോട് നന്ദി പറയുന്നതാണ്. അത് ഇമാജിൻ ചെയ്യണം. അപ്പോൾ അതിൽ ഫാർമർ പറയുന്നത് താങ്ക് യു റെയിൻ ഫോർ വാട്ടറിങ് മൈ ക്രോപ്സ്. നന്ദിയുണ്ട് മഴയെ എൻ്റെ ചെടികളെ, എൻ്റെ ഈ ഒരു കൃഷിയെ നനച്ചതിന് എന്നാണ്. അതുപോലെ തന്നെ പീകോക്ക് താങ്ക് യു ഫോർ യുവർ കൈൻഡ് കൺസേൺ. നിൻ്റെ ഈ അരിവുള്ള പ്രവൃത്തിക്ക് നന്ദി എന്നാണ് പീകോക്ക് പറയുന്നത്. ബാക്കിയുള്ളവർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഫിഷ് പറയുന്നത് താങ്ക് യു ഫോർ ഫില്ലിങ് മൈ പോണ്ട്. നന്ദിയുണ്ട് എൻ്റെ ഈ ഒരു കുളം നിറച്ചതിന്. ചിൽഡ്രൻ താങ്ക് യു ഫോർ ദ പഡിൽസ് ടു പ്ലേ ഇൻ. ഈ ഒരു വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഞങ്ങൾക്ക് കളിക്കാൻ തന്നതിന് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ബോയ് പറയുന്നത് താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ സെയിൽ മൈ ബോട്ട്സ്. എന്താണ് ആ ആൺകുട്ടി പറയുന്നത്? സോനു പറയുന്നത് എനിക്ക് എൻ്റെ ബോട്ടുകൾ ഒഴുക്കി കളിക്കാൻ വെള്ളം തന്നതിന് നന്ദി എന്നാണ്. ഹൗ മെനി വേർഡ്സ് ക്യാൻ യു മേക്ക് യൂസിങ് ദ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ്? മേക്ക് as many words as possible and write them below. താഴെ ഒരു വേർഡ് വെബ് തന്നിട്ടുണ്ട്. അതിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഷാഡോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപയോഗിച്ച് ഉണ്ടാക്കാവുന്ന പരമാവധി വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷോ എന്ന് തന്നിട്ടുണ്ട്. ഷാഡോ എന്നതിലെ സ്പെല്ലിംഗ് മാത്രം ഉപയോഗിച്ച് വേണം വേർഡ്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ആദ്യത്തേത് ഷോ. നെക്സ്റ്റ് ഹാഡ്, സാഡ്, ഹൗ, ആഷ്, വാഷ്, ഡാഷ്, ഹാസ്, ഡു. ഇനിയും കൂടുതൽ വേർഡ്സുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. ആക്ടിവിറ്റി 3. The following events describe the helping cloud. They are in the wrong order. Put the sentences in the correct order. The helping cloud എന്നുള്ളതിലെ കുറച്ച് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിലാക്കണം. The peacock spread its pretty feathers. The farmer started planting paddy. The cloud filled everybody's heart with joy. The fish was happy.
സോനു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് പ്ലേയിങ് ഇൻ ദ പഡിൽസ്. ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇതിനെ ഓർഡറിൽ എഴുതണം. The peacock spread its pretty feathers. The fish was happy. The farmer started planting paddy. Sonu and his friends started playing in the puddles. The cloud filled everybody's heart with joy. Activity 4. Tarun spends his vacation near a river. തരുൺ അവൻ്റെ വെക്കേഷൻ ഒരു പുഴയുടെ അടുത്താണ് ആഘോഷിച്ചത്. Help him write a paragraph about his memorable experience. A few clues are given below. അപ്പോൾ അന്ന് നടന്ന ആ സംഭവങ്ങളൊക്കെ ഒന്ന് മെമ്മറബിളായിട്ട് എഴുതി വയ്ക്കാനായിട്ട് തരുണിനെ സഹായിക്കണം. അതിനായിട്ട് കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്തത് എന്ന്. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ ഫ്രണ്ട്സുമൊത്ത് വെള്ളത്തിൽ കളിക്കുന്നതാണ്. രണ്ടാമത്തെ പിക്ചറിലോ ബോട്ടുണ്ടാക്കി ഒഴുക്കി വിടുന്നതാണ്. നെക്സ്റ്റ് പിക്ചറിൽ വെള്ളത്തിൽ നീന്തുന്നതും അതുപോലെ തന്നെ ഫോർത്ത് പിക്ചറിൽ ഒരു ബോട്ടിൽ പോകുന്നതും ഫിഫ്ത്ത് പിക്ചറിൽ പിക്ചർ വരയ്ക്കുന്നതും അതുപോലെ തന്നെ നെക്സ്റ്റ് പിക്ചറിൽ മണ്ണ് കൊണ്ട് കളിക്കുന്നതുമാണ്. കണ്ടില്ലേ, കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കളിക്കുന്നു. അടുത്തത് അവിടെ ക്ലീൻ ചെയ്യുകയാണ്, പിന്നെ ഫയർ ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു പാരഗ്രാഫായിട്ട് എഴുതേണ്ടത്. ആദ്യത്തെ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. വാട്ട് എ പെർഫെക്റ്റ് ഡേ ഇറ്റ് വാസ്. ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ് നിയർ ദ റിവർ. എന്ത് നല്ല ഒരു ദിവസമായിരുന്നു എന്ന് ഞാൻ ഇന്ന് ഒരു പുഴയുടെ അരികിൽ എൻ്റെ കൂട്ടുകാരോടൊത്ത് കളിച്ചു. ഫസ്റ്റ് വി ഹാഡ് ഫൺ സ്വിമ്മിങ് ആൻഡ് പ്ലേയിങ് വിത്ത് എ ബോൾ ഇൻ ദ വാട്ടർ. ആദ്യമായിട്ട് ഞങ്ങൾ നീന്തുകയാണ് ചെയ്തത്. ദെൻ വി മെയ്ഡ് പേപ്പർ ബോട്ട്സ് ആൻഡ് വാച്ച്ഡ് ദം ഫ്ലോട്ട് എവേ. പിന്നെ ഞങ്ങൾ പേപ്പർ ബോട്ട് ഉണ്ടാക്കി അത് ഒഴുകിപ്പോകുന്നത് നോക്കി. We even went diving to see the fish and enjoyed rowing a boat together. പിന്നെ ഞങ്ങൾ ഡൈവിങ് ചെയ്തു, ഒരു ബോട്ടിൽ ഇങ്ങനെ പോയി. ഓൺ ദ റിവർ ബാങ്ക് വി സ്പെൻഡ് ടൈം പെയിൻറ്റിങ് ആൻഡ് ബിൽഡിങ് ബിഗ് സാൻഡ് കാസിൽസ്. പിന്നെ പുഴയുടെ കരയിലിരുന്ന് പെയിൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ മണൽ കൊണ്ട് കൊട്ടാരമുണ്ടാക്കി. വി ഓൾസോ വർക്ക്ഡ് ടുഗദർ ടു ക്ലീൻ ദ ഏരിയ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ക്ലീൻ ചെയ്തു. In the evening, we gathered around a campfire and danced happily. It was a wonderful day. അതിനുശേഷം വൈകിട്ട് ഞങ്ങൾ ക്യാമ്പ് ഫയർ നടത്തി അതിനു ചുറ്റും സന്തോഷത്തോടെ നൃത്തം ചെയ്തു. ഇന്നൊരു വണ്ടർഫുൾ ഡേ ആയിരുന്നു. ആക്ടിവിറ്റി 5 പ്രോജക്റ്റ്. വാട്ടർ കൺസർവേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത്. ഗിവൺ ബിലോ ആർ സം ഓഫ് ദ ആൻഷ്യൻ്റ് ഇന്ത്യൻ വാട്ടർ കൺസർവേഷൻ പ്രാക്ടീസസ്. ഗോ ത്രൂ ഇറ്റ്. ഭൂമിയിൽ ജലം വേണം ജീവൻ നിലനിൽക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വെള്ളം സംരക്ഷിക്കാനായിട്ട് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. ആദ്യത്തേത് നോക്കൂ, സ്റ്റെപ്പ് വെൽ. എ സ്റ്റെപ്പ് വെൽ ഈസ് എ ട്രഡീഷണൽ സ്ട്രക്ചർ ബിൽറ്റ് ഇൻ ഇന്ത്യ ടു സ്റ്റോർ വാട്ടർ. സോ വാട്ടർ ബിക്കംസ് അവൈലബിൾ ഇൻ ഡ്രൈ സീസൺസ്. അപ്പോൾ പഴയ നാൾ മുതൽ നമ്മുടെ ഇന്ത്യയിൽ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സ്റ്റെപ്പ് വെൽ എന്ന് പറയുന്നത്. വെള്ളം ഇല്ലാത്ത സീസണിലും ഇതിൽ നിന്ന് നമുക്ക് വെള്ളം ഉപയോഗിക്കാം. നെക്സ്റ്റ് വെറ്റ്ലാൻഡ്, തണ്ണീർത്തടം. എ വെറ്റ്ലാൻഡ് ഈസ് എ പ്ലേസ് വേർ റെയിൻ വാട്ടർ ഈസ് സ്റ്റോർഡ് നാച്ചുറലി. വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് മഴവെള്ളം സംഭരിക്കുന്ന സ്ഥലമാണ്. ഇറിഗേഷൻ കനാൽ. ഇറിഗേഷൻ കനാൽസ് ഹെൽപ്പ് ഫാർമേഴ്സ് ഗ്രോ ക്രോപ്സ് ഈവൻ വെൻ ദർ ഈസ് ലിറ്റിൽ റെയിൻ. ഇറിഗേഷൻ കനാൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫാർമേഴ്സിനാണ് കൃഷിസ്ഥലമൊക്കെ നനക്കാനായിട്ട്. Check dam. A check dam is a small wall built across the stream. It stores rainwater and helps increase groundwater. ചെക്ക് ഡാം എന്ന് പറയുന്നത് ഒരു സ്ട്രീമിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു മതിൽ പോലെയാണ്. ഇത് റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഇൻക്രീസ് ചെയ്യുന്നു. Now observe the condition of the water body in your locality. Use the checklist given below to collect information. നിങ്ങളുടെ നാട്ടിലുള്ള വാട്ടർ ബോഡി നിരീക്ഷിച്ച് ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. വാട്ട് ഈസ് ദ വാട്ടർ സോഴ്സ് യു ഫൗണ്ട്. ഏത് വാട്ടർ സോഴ്സാണ് നിങ്ങൾ കണ്ടത്? വെൽ, കിണറാണോ, പോണ്ട്, കുളമാണോ, അതുപോലെ റിവർ, നദിയാണോ, ലേക്കാണോ, അതർ മറ്റെന്തെങ്കിലും ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഈസ് ദ വാട്ടർ ക്ലീൻ. ഈ വാട്ടർ ക്ലീൻ ആണോ? ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ അതെഴുതുക. ഡേർട്ടി അതാണെങ്കിൽ അതെഴുതുക. ഈസ് ദർ എനി വേസ്റ്റ് ത്രോൺ നിയർ ഓർ ഇൻ ദ വാട്ടർ. എന്തെങ്കിലും വേസ്റ്റ് വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ അതിനടുത്ത് ഇടുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ എന്നെഴുതാം.
Is the water source covered or open? ഈ വാട്ടർ സോഴ്സ് ഓപ്പൺ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് മൂടി വെച്ചിട്ടുണ്ടോ? ഹൂ യൂസസ് ദിസ് വാട്ടർ? ആരാണ് ഇത് ഉപയോഗിക്കുന്നത്? പീപ്പിൾ, ആളുകളാണോ? എനിമൽസ്, മൃഗങ്ങളാണോ? ബോത്ത്, രണ്ടുപേരും ആണോ? നോ വൺ, ആരും ഉപയോഗിക്കുന്നില്ലേ? ഇതെല്ലാം കളക്ട് ചെയ്യണം. ഈസ് വേസ്റ്റ് വാട്ടർ ഫ്രം എനി സോഴ്സ് ഫ്ലോയിങ് ഇൻ ടു ദ വാട്ടർ ബോഡി? ഏതെങ്കിലും സോഴ്സിൽ നിന്ന് ഈ വാട്ടർ ബോഡിയിലേക്ക് വേസ്റ്റ് വെള്ളം വരുന്നുണ്ടോ? അത് നോക്കണം. 7th question, did you see any message or board saying save water or don't waste water? നിങ്ങൾ ഈ വാട്ടർ സോഴ്സിന് അടുത്ത് എന്തെങ്കിലും മെസ്സേജ് കണ്ടോ? സേവ് വാട്ടർ, വെള്ളം സംരക്ഷിക്കൂ, ഡോൺ വേസ്റ്റ് വാട്ടർ, വെള്ളം പാഴാക്കി കളയരുത് എന്നിങ്ങനെ എഴുതിയിട്ടുള്ളത്. ഈസ് എനി വൺ ടേക്കിംഗ് കെയർ ഓഫ് ദ വാട്ടർ സോഴ്സ്? ഈ വാട്ടർ സോഴ്സിനെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ? ഇസ് ദ വാട്ടർ സേഫ് ഫോർ ഡ്രിങ്കിങ്? കുടിക്കാൻ ഇത് സേഫ് ആണോ? വിൽ യു ഹെൽപ്പ് ഇൻ കീപ്പിംഗ് ദിസ് വാട്ടർ സോഴ്സ് ക്ലീൻ? ഈ ഒരു വാട്ടർ സോഴ്സ് ക്ലീൻ ആയിട്ട് സംരക്ഷിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. എന്നിട്ട് മൈ ഒബ്സർവേഷൻസ്, നിങ്ങളെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? മൈ സജഷൻസ് ടു പ്രൊട്ടക്റ്റ് ദ വാട്ടർ ബോഡി, ഈ വാട്ടർ ബോഡി സംരക്ഷിക്കാനുള്ള സജഷൻസ് എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം. മൈ ഒബ്സർവേഷൻ, ദ വാട്ടർ ലുക്സ് ഡേർട്ടി ആൻഡ് ക്ലൗഡി. വെള്ളം ഡേർട്ടി ആണ്. ദർ ഈസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആൻഡ് ഗാർബേജ് ഫ്ലോട്ടിങ് ഇറ്റ്. പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെ തന്നെ ഗാർബേജും ഒക്കെ ഒഴുകുന്നുണ്ട്. വേസ്റ്റ് വാട്ടർ ഫ്രം നിയർ ബൈ ഏരിയാസ് ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ വാട്ടർ. വേസ്റ്റ് വാട്ടർ ഉണ്ട്. അതുപോലെ തന്നെ ദർ ഈസ് എ ബാഡ് സ്മെൽ കമ്മിങ് ഫ്രം ദ വാട്ടർ ബോഡി. ബാഡ് സ്മെൽ വരുന്നുണ്ട്. മൈ സജഷൻസ് ടു പ്രൊട്ടക്റ്റ് ദ വാട്ടർ ബോഡി. ഡോൺ ലിറ്റർ, നെവർ ത്രോ പ്ലാസ്റ്റിക് ഓർ ട്രാഷ് ഇൻ ടു ദ വാട്ടർ. പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ വേസ്റ്റും വലിച്ചെറിയരുത്. പ്ലാന്റ് ട്രീസ്, ഗ്രോ പ്ലാന്റ്സ് അലോങ് ദ എഡ്ജസ് ടു കീപ് ദ വാട്ടർ ക്ലീൻ. ചെടികൾ നടുക, വെള്ളം ശുദ്ധിയാവുന്നതിന് വേണ്ടി. പുട്ട് അപ്പ് സൈൻസ്, പ്ലേസ് ബോർഡ്സ് ലൈക്ക് സേവ് വാട്ടർ ടു റിമൈൻഡ് അതേഴ്സ് ടു ബി കെയർഫുൾ. അതുപോലെ തന്നെ എന്തെങ്കിലും സൈൻ ബോർഡുകൾ വെക്കണം, സേവ് വാട്ടർ എന്നെല്ലാം പറഞ്ഞ്. റിപ്പോർട്ട് പൊല്യൂഷൻ, ടെൽ എൽഡേഴ്സ് ഓർ അതോറിറ്റീസ് ഇഫ് യു സീ സം വൺ ഡംപിങ് വേസ്റ്റ്. അതുപോലെ തന്നെ ആരെങ്കിലും വേസ്റ്റ് ഇടുകയാണെങ്കിൽ അത് മുതിർന്നവരെയോ അല്ലെങ്കിൽ അതോറിറ്റീസിനെയോ അറിയിക്കേണ്ടതാണ്. ഓക്കെ ഡിയേഴ്സ്, സ്റ്റഡി വെൽ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.